അല്ലാഹുവിന്റെ സഹായം വരുന്നവരെ ക്ഷമിച്ചിരിക്കാൻ നിനക്ക് സാധിക്കാതെ പലിശ ബാങ്കുകൾ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഖൈറുണ്ടാവുക? ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിലെ മക്കൾ കൊലപാതകികളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരിക? കല്യാണം കഴിക്കുന്ന നേരത്ത്, വിവാഹം നടക്കുന്ന സമയത്ത് അവനവനെ വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന് മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടി പൊടിക്കാനും നാട്ടുകാരെ കണ്ണ് തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിവിട്ട നാട്ടുകാരെ, ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാരെ, അള്ളാഹുവിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അല്ലാഹു ഇത് പൊറുക്കുമോ? പലിശ ഏർപ്പാടുകൾ, പണയപ്പെടുത്തുന്ന ഏർപ്പാടുകൾ, സൽക്കാരം നടത്താൻ ഭർത്താവ് ഗൾഫ് നയിക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ 2 ദിവസത്തെ സാഹസ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ഉള്ള ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ, നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ, എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശയുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് എങ്കിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാം. അത് കാണുന്ന ആളുകൾക്ക് ഹറാമ് തിന്നാൻ പാടില്ലെന്നറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും. അതൊന്നും ചെയ്യാതെ ആരെ ഞെട്ടിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി. പോസ്റ്റ് ഓഫീസുകാരൻ വരും, കുറിക്കാരൻ വരുന്നുണ്ട്. 5000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ, അല്ലേ, 10000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് 12000 രൂപ അടക്കാൻ പറ്റിയേക്കും. 2 കൊല്ലം കൊണ്ട് 24000. അത് നിങ്ങൾ ഒരു 5 കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം. അല്ലേ, പൈസയല്ലേ വരുന്നത്, ലാഭത്തിനുമേ ലാഭമല്ലേ വരുന്നത്, ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത്. പൊന്നു സഹോദരിമാരെ, വഞ്ചിക്കപ്പെടല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം. പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട്. നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഒരൊറ്റ ഫിൽസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് അധ്വാനിക്കാതെ, നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത്, ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം, ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ, ഹറാമിന്റെ പൈസയല്ലേ? അത് തിരിച്ചു വാങ്ങിച്ചോളൂ. നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ? അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ. ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ ഖജാന പോലെ, ബൈത്തുൽ മാൽ പോലെയാണെന്ന് വഅദ് പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും. ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻഷൂർ എപ്പോഴാണ് അള്ളാഹു പുറത്തു തരുന്നത്? എപ്പോഴാണ്? ഗത്യന്തരമില്ലാത്ത ഇൻഷൂറുകൾ. നിങ്ങളൊരു വാഹനം മേടിക്കണം, ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം, ഇൻഷൂർ ചെയ്യണം. വാഹനം നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ, ഒരു കുഴപ്പമില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ? യാത്രാ ഇൻഷുറൻസ് അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ? ഗത്യന്തരമില്ലാത്തവക്കല്ലേ അള്ളാഹു അനുവദിക്കൂ. അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുവിന് മുമ്പിൽ കയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ, നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ്, ഹലാലാണത്. അതിലേറെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ?
سيأتي على الناس زمان لا يبالي ما أخذ منه أمن الحلال أم من الحرام. കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ, പണ്ഡിതന്മാരോടൊന്ന് കൂടിയാലോചന ചെയ്യാതെ, ഒന്ന് ചോദിക്കാതെ പൈസകൾ വരട്ടെ, എമ്പാടും വരട്ടെ, ഹലാലും ഹറാമും പ്രശ്നമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം, ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റം വരണം സഹോദരിമാരെ, മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ. സമ്പത്ത് ശുദ്ധമാകാതിരുന്നാൽ അപകടമല്ലേ? യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ, എത്രയോ ആളുകൾ അഗ്ബറ അശ്അസ, മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരം പൊടിപുരണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ഏതോ ഒരു ത്യാഗി വരിനെ പോലെ കാണുന്ന ആളുകൾ യാ റബ്ബി യാ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അവർക്ക് അല്ലാഹു ഉത്തരം തരിക? മഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമിന്റെ വെള്ളമാണ്, കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. എല്ലാം ഹറാമായിരിക്കെ എങ്ങനെ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. വട്ടി പലിശക്ക് കൊടുക്കുന്നവരെ കുറിച്ച് ഇനി പറയാനുണ്ടോ? പലിശ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇവിടെ ചർച്ച വേണ്ടതുണ്ടോ? ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ പലിശക്ക് ഉപയോഗിക്കുകയും സേവിംഗ് അക്കൗണ്ടുകളിൽ വെച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട് തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെയോ മറ്റോ ഏർപ്പാടുകൾ മുസ്ലിമിന്റെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് ആ ശരീരം സ്വർഗത്തിലേക്ക് പോവുക? എന്താണ് ഹദീസ്? കുല്ലു ലഹ്മിൻ, ഏതൊരു ശരീരവും നബത മിൻ സുഹ്തിൻ, ഹറാമിൽ നിന്ന് പരിപോഷണം ലഭിച്ചത്, ഹറാമിൽ നിന്ന് കുടിച്ചത്, ഹറാം തിന്നു വളർന്നത്, അങ്ങനത്തെ ശരീരം അന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ നരകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജബു തഹർരി റിസ്ഖിൽ ഹലാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം കൂടെ. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ, അന്ത്യനാളിന്റെ അടയാളത്തിൽ പറഞ്ഞൊരു സംഭവമാണിത്. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ, പിശാചുക്കൾക്ക് വേണ്ടി ഒരു ഒട്ടകവും പിശാചുക്കൾക്ക് വേണ്ടി ഒരു വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ, തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം ജായിസാണ്, അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു, അത് ഉപയോഗിക്കുന്നേ ഇല്ല, അത് പാർക്കിങ്ങിൽ കിടക്കുകയാണ്, അത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഉദാഹരണം പറയാം, അവൻ ഉപയോഗിക്കുന്നത് അവന് ഹലാലാണ്. ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത്, ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം, ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക? അശ്ശയാതീൻ, പിശാചുക്കളാണ്. ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും, അങ്ങനെ വെക്കപ്പെടുന്നത് പിശാചാണ് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനത്തെ കാലം വരും. വീട് ഒന്നുണ്ട് താമസിക്കാൻ, എവിടെയോ മറ്റൊരു വീട്, ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെന്റ്, ഒരു റിസോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുന്നുണ്ടോ? ഇല്ല, പൂട്ടിട്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത്? അശ്ശയാതീൻ, പിശാചുക്കളാണ്. പിശാചിന് വേണ്ടി ഒരു വാഹനവും പിശാചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും. നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല, അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത്. വാഹനം എക്സ്ട്രാ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊന്നുമല്ല, വെറുതെ കിടക്കാൻ
വെറുതെ കിടക്കുകയാണ്. ഇബിലുൽ ലിശയാത്തീൻ, പിശാചിന് വേണ്ടി ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ പിശാചിന് വേണ്ടി ഒരു വാഹനം. വ ഇബിലുൽ ലിശയാത്തീൻ വ ബൈത്തുൽ ലിശയാത്തീൻ, പിശാചിന് വേണ്ടി ഒരു വീട് പൂട്ടി പോവാ, അകാരണമായി വീട് പൂട്ടി പോവാ. ഈ ഗൾഫുകാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. ഫാമിലി സഹിതം അവിടെയാണ്, ഇവിടുത്തെ വീട്ടിൽ ആരുമില്ല, പൂട്ടിപ്പോവാണ്. ആരാ പിന്നെ അവിടെ താമസിക്കുക? പിശാചുക്കളാണ്. പിശാചുക്കളാ താമസിക്കുക. പിശാചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത്, ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يكون قوم يخضبون في آخر الزمان بالسواد كحواسل الحمام لا يريحون رائحة الجنة. മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറുപ്പ് പുരട്ടുന്നവർ, മുടി കറുപ്പിക്കുന്ന ആളുകൾ, ബിസ്സവാദി കഹവാസുലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ്, അഹ്മദ്, നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായപ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രായമായ ആ മനുഷ്യനെ അഷ്റഫുൽ ഖൽഖിന്റെ ടെന്റിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞു, ഹല്ലാ തറക്തുമുശ് ശൈഖ ഫീ റഹ്ലിഹി ഫആതീഹി, ആ മനുഷ്യനെ അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല നബിയെ, സാരമില്ല, നിങ്ങളാണല്ലോ നബിയെ, നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത്. നബിയേ, എന്റെ വാപ്പ അബൂ ഖുഹാഫ കലിമ ചൊല്ലി മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അവസാന ഘട്ടത്ത് തലമുടി അമ്പാടും നരച്ച് തിളങ്ങുന്ന സമയത്ത് നതഖ ബിശ്ശഹാദതൈൻ, കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മഹാനായ സുഹാബിയുടെ പിതാവിന്റെ തലയിലേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഗയ്യിറു ഹാദാ, ബഹുമാനപ്പെട്ടവരുടെ തല നിങ്ങൾ ആ വെളുപ്പ് നിറം ഒന്ന് മാറ്റിക്കൊടുക്കണം. വജന്നിബുസ് സവാദ വജ്തനിബുസ് സവാദ, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം. വെളുത്ത തലമുടി വെച്ചുകൊണ്ടിരിക്കേണ്ട, കറുപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അബൂ ഖുഹാഫയെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, സിദ്ദീഖ് തങ്ങളുടെ വാപ്പയെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചിരിക്കുന്ന സംഭവമാണിത്. യകൂനു ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുടി കറുപ്പിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖില്ലു ഇഖ്ബാലുൻ നാസി അല ത്വാആതി വൽ അമലി ലിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ആഖിറത്തിനുള്ള അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുനിയാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആല ആഖിറത്തിന് ഒരുങ്ങാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഇടമാണ്, ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ട സ്ഥലമാണ്. പക്ഷേ ആഖിറം ലക്ഷ്യം വെക്കാതെ ദുനിയാവ് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്ക് വർദ്ധിക്കുമെന്നാണ്. പിശുക്ക് വർദ്ധിക്കും. യുൽഖശ്ശുഹു, പിശുക്ക് വർദ്ധിക്കും. يتقارب الزمان وينقص العمل ويلقى الشح ويكثر الحرج ويلقى الشح, മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ പിശുക്ക് വർദ്ധിക്കും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂല. അല്ലേ, ഒരു പാട്ടപ്പിരിവ് വന്നു, ഒരു ബക്കറ്റുമായി വന്നു, എന്താണ് നമ്മൾ കൊടുത്തത്?
നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മലവിസർജനത്തിനിരിക്കുന്ന സ്ഥലത്തിന് ചെലവഴിക്കുന്നതിന്റെ 1000-1 പോലും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ, നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ എമ്പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വാദിന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക്, അവ പൈസ ഇല്ല, കൊടുക്കാൻ തരമില്ല, മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല, കൈ അഴയുന്നില്ല. ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന് പിശുക്ക് വരും. മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം. 10 റുപ്യ 20 ആക്കിയാൽ 20-50 ആക്കിയാൽ പ്രശ്നം. ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ, സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരിക്കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക്, പിശുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യകൂനൽ മാലുൽ ആം നഹ്ബതൻ ലിൽ ജമീഅ ലാ യതവറഊന അൻ നഹ്ബിഹി വൽ ഗില്ല് മിൻഹു. എമ്പാടും പിരിവ് നടത്തുകയും സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സ്ഥാപനങ്ങൾ